വർഗീയ പരാമർശത്തിൽ പി സി ജോർജിന്റെ ജാമ്യ ഹർജി 18-ന് വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നതുവരെ കോടതി അറസ്റ്റ് തടഞ്ഞു. കോട്ടയം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, പി സി ജോർജിന് താൽക്കാലിക ആശ്വാസമാണ്. വിശദാംശങ്ങൾ എന്ത്? അനുജ, തീർച്ചയായിട്ടും ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും 18-ാം തീയതി കേസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും കോട്ടയം സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമായിരിക്കും മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം കോട്ടയം സെഷൻസ് കോടതി എടുക്കുക. കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ഇത്തരത്തിലുള്ള മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം പി സി ജോർജ് നടത്തിയത്. അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ ഒരു സംഭവത്തിൽ ഒരു പരാതിയുമായി യൂത്ത് ലീഗ് മുന്നോട്ട് വരികയും ഈരാറ്റുപേട്ട പോലീസിൽ ഒരു പരാതി നൽകുകയുമായിരുന്നു. അങ്ങനെയാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ മതവിദ്വേഷം ഉണ്ടാക്കിയെന്ന അടക്കമുള്ള വകുപ്പുകൾ 3 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തത്. എന്തായാലും സെഷൻസ് കോടതിയിലാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് സമീപിച്ചത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി. ഹൈക്കോടതിയിലൊന്നും നേരിട്ട് പോയില്ല. തൽക്കാലത്തേക്ക്, അതായത് ഈ കേസ് പരിഗണിക്കുന്ന സമയം വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, അതാണ് പി സി ജോർജിന് താത്കാലിക ആശ്വാസം.